സുഖമായിട്ട് നിൽക്കുക. അപ്പം എല്ലാവർക്കും അറിയാം എന്ത് വീഡിയോ ആണ് നമ്മുടെ മൂന്നാർ ട്രിപ്പിന്റെ ചെറിയൊരു ലോങ് വീഡിയോ ആണ് ഞങ്ങൾ ഇവിടെ നോക്കുന്നത്. അപ്പം ഓക്കെ ശരി. അപ്പോൾ ഞാൻ അലസുകളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ നേരെ എടുത്ത് പുറത്തിട്ട് അങ്ങനെ ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 1 മാസം ആവാറായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഫുള്ള് തിരക്കിലായിരുന്നു, ഓരോ തിരക്കുണ്ടായിരുന്നു. അപ്പം അതാണ് ലേറ്റായി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ കൂർഗ് പോകുന്ന സമയത്ത് പുലർച്ചെ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലേറ്റായിപ്പോയി. അപ്പോൾ ആ കുറിയിലെത്തുമ്പോൾ തന്നെ ലേറ്റായി. അതുകൊണ്ട് ഈ പ്രാവശ്യം പോകുമ്പോൾ നേരത്തെ ഇറങ്ങിയതാണ്. ഇരുട്ട് തന്നെ കേട്ടോ, നേരം വെളുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ കൊയിലാണ്ടിയിൽ എത്തിയിട്ട് വേണം, ഏട്ടൻ്റെ ഫ്രണ്ട് ഫാമിലി ഉണ്ട്, അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ പുതിയ കാറായതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഏട്ടനെ തുടച്ചുകൊണ്ട് നിൽക്കണം, അതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഒരു വന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. നല്ല റോഡാണ്, അടിപൊളിയാണ്. ഇപ്പോൾ റോഡ് കാണാൻ വേണ്ടിയിട്ട് തന്നെ എന്താ പറയുക, നമ്മൾ പുറത്തൊക്കെ പോയ പോലെ ഒരു ഫീലാണ്. അപ്പം എന്താ പറയുക, നേരത്തെ വന്നതുകൊണ്ട് ആരും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. എവിടെ നിന്നാണ് കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അങ്ങനെ കാറിൽ ഫുള്ള് പൊടിയാണ്, ഏട്ടന് പൊടിയുണ്ട്. അപ്പം ടെൻഷനാവും, അതുകൊണ്ട് അവിടെ നിന്ന് കാറ് ക്ലീൻ ചെയ്തു. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും തുടങ്ങി യാത്ര. ഞങ്ങൾ ഇടുക്കി എത്തുമ്പോഴേക്കും തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കടയിൽ നിന്നാണ് ബിരിയാണി കഴിച്ചത്. ബിരിയാണിനെ കുറിച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലായിരുന്നു, ഒട്ടും നല്ലതല്ല. അപ്പം ആർക്കും കുട്ടികൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല, എല്ലാവരും വേസ്റ്റ് ആക്കിയതാണ്, ഫുഡ് ആരും കഴിച്ചില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചെക്കിങ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് 2 മണിയായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു. ഇപ്പം അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് എത്തിയിട്ടുണ്ട്. മൂന്നാർ ഐസ് ക്രാബ് റിസോർട്ടാണ്. ഈ റിസോർട്ടിനെ കുറിച്ച് തന്നെ ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് കയറി കാണണേ. ആ വീഡിയോ അതിൽ പറഞ്ഞ പോലെ തന്നെ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന റിസോർട്ടാണ് കേട്ടോ. പിന്നെ സീസൺ വരുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ റേറ്റിലുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, ഫ്രഷായി. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് ഇവിടുന്ന് നേരെ ഫോട്ടോ പോയിന്റിലേക്കാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ് ഫോട്ടോ എടുക്കാൻ. ഓരോരുത്തർ ഇങ്ങനെ കാർ പാർക്ക് ചെയ്യാൻ പറ്റിയില്ലേനു. അങ്ങനെ കുറച്ച് ആരുമില്ലാത്ത സ്ഥലം നോക്കി പോയി അവിടെ പാർക്ക് ചെയ്തുമാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ പോയത്. അങ്ങനെ അവിടെ ഇങ്ങനെ ജീപ്പ് സഫാരി ഇങ്ങനെ ഓരോ ഗൈഡ് ഇങ്ങനെ വരില്ലേ, പിന്നെ ഓരോ പാക്കേജിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങുമ്പോഴേക്കും തന്നെ നല്ല ലേറ്റായി. അതുകൊണ്ട് ഇനിയിപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. മൂന്നാർ വന്നിട്ട് മൂന്നാർ ടൗണ് കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണ് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോയി. എന്താ പറയുക, അവിടെ എത്തുമ്പോഴും തന്നെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് റോഡ് പണിയുള്ള സമയത്ത് ഞങ്ങൾ പോയത്, അതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചെത്തുമ്പോഴും നല്ല ലേറ്റായിട്ടാണ് റിസോർട്ടിലെത്തിയത് കേട്ടോ. റിസോർട്ടിലെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിന്നറും സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഇപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു വണ്ടിയായിട്ട് വരും. ഇനിയിപ്പോൾ ഓരോ കൂടെ ആയിരിക്കും ഞങ്ങളുടെ യാത്ര. അവരാദ്യം തന്നെ കൊണ്ടുപോയത് ആനച്ചാലിലേക്കാട്ടോ. അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ സിപ്പ് ലൈനിൽ എൻ്റെ ഫ്രണ്ട് കയറി, എനിക്ക് അത്ര ധൈര്യം പോരായിരുന്നു. അപ്പം അവിടുന്ന് അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ വന്നത് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ, ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ സ്ഥലം എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മുടെ മലയാള സിനിമയിൽ ഒരു ക്ലൈമാക്സ് സീന് ഈ സ്ഥലത്ത് നിന്നാട്ടോ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് എക്കോ പോയിന്റിലേക്കാട്ടോ. അങ്ങനെ എന്താ പറയുക, മൂന്നാറിലേക്ക് വരുന്നതിന് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകണം, ഇങ്ങനെ
ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ള ഓരോരോ പ്ലാൻ ഇട്ടിട്ടായിരുന്നു വന്നത്. ആദ്യം എവിടെ പോകണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫുള്ള് കലങ്ങി മറിഞ്ഞിട്ടോ. അപ്പം കുട്ടികളൊക്കെ വിശക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവർക്ക് നൂഡിൽസ് വാങ്ങിക്കൊടുത്തിട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ തണുത്ത സമയത്ത് നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഞങ്ങൾ പോയപ്പോൾ തണുപ്പൊന്നുമില്ലേ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് എക്കോ പോയിന്റ് പോയി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ എക്കോ ഒന്നും വന്നില്ല കേട്ടോ അവിടെ. അങ്ങനെ അവിടുന്ന് പിന്നെ അവർ കൊണ്ടുപോയത് ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലേക്കാട്ടോ. അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ തീരെ താഴോട്ട് നോക്കിയില്ല. അവിടുന്ന് വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജീപ്പിൻ്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലമായി പണ്ടെങ്ങാൻ കയറിയത് ജീപ്പിൽ. പിന്നെ അതുമല്ല ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഓഫ് റോഡ് വഴിയല്ലേ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുലുങ്ങിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു പ്രത്യേക തരം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ തിന്നിട്ടാട്ടോ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്ത റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റോസ മൈസ്ട്രീക്ക റിസോർട്ടാണ്. ഈ റിസോർട്ടിനെ കുറിച്ചും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐസ് ക്ലൗഡിൻ്റെ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. 2 റിസോർട്ടും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. സെങ്കുളം ഡാമിൻ്റെ അടുത്താണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ കുട്ടികൾ എന്തായാലും ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിന്. അങ്ങനെ അവിടേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഫുള്ള് പാർക്കിലുള്ള കളിയായിരുന്നു. അങ്ങനെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ട് സഫാരിക്കായിട്ട് കയറിയിട്ടോ. അവിടെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ് സ്പീഡ് ബോട്ടിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഫാമിലി ബോട്ടാണ് എടുത്തത്. ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് വരുമ്പോൾ തന്നെ, അതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് സമാധാനപരമായ യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തിങ്ങനെ പോയി ഫാമിലി ബോട്ട് എടുത്ത് പോയില്ലേ പാപ്പി. അപ്പം എന്താ പറയുക, ബോട്ട് യാത്ര എന്തായാലും സൂപ്പറായിരുന്നു. പാപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടോ? അടിപൊളിയായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബോട്ട് യാത്രയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ട അതന്നെയാ. അങ്ങനെ എന്താ പറയുക, ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക്. നൂഡിൽസൊക്കെ കഴിച്ചതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി ബിരിയാണി കഴിച്ചു. സൂപ്പർ ബിരിയാണി ആയിരുന്നേ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് സഫാരിയാണ്. അപ്പോൾ മൂന്നാർ വരുന്നവർ ഈ റിസോർട്ടിൽ ഈ റെസ്റ്റോറൻറ്റിൽ എന്തായാലും കയറണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ പോയി. അവിടുന്ന് പിന്നെ ഉള്ള പൂൾ എന്നുള്ള കളിയായിരുന്നു. ആദ്യത്തെ റിസോർട്ടിൽ നിന്ന് പൂൾ കളിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിട്ടോ. ഞാൻ അമ്മനെ സ്വിമ്മിംഗ് പൂളിൽ എന്നിട്ട് അമ്മൻ്റെ മുട്ടു തോല് വരും. അങ്ങനെ പിന്നെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു 3 മണി വരെയൊക്കെ ഞങ്ങൾ പിടിച്ചു നിന്നിട്ടാണ് ഉറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ പോയ ഗ്യാപ് റോഡ് പോയില്ലേ. ഗ്യാപ് റോഡ് പോയി. പിന്നെ അച്ഛൻ പറഞ്ഞ് മൃഗങ്ങളെ കണ്ടില്ലല്ലോ പറഞ്ഞ്. പിന്നെ എരവികുളം നാഷണൽ പാർക്കിൽ പോകാൻ അന്നേരം അവിടെ പോയി ബസ്സിലൊക്കെ പോയി കുലുങ്ങി ചത്തോന്ന് വിചാരിച്ചു. എന്ത് കുലുങ്ങല ബസ്സില്. അടിപൊളി ഉണ്ടായിരുന്നു എന്തായാലും യാത്ര. പക്ഷെ വരയാട് മാത്രമാണെന്ന് ഞാൻ അറിയില്ലായിരുന്നു. ചാനയും മുടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു വര പോലും കണ്ടില്ലല്ലേ. അതന്നെ ഞങ്ങൾ ഇന്ന് പോവുകയെന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. മൂന്നാറിൽ നിന്ന് നല്ല മഞ്ഞാണ്, നല്ല കോട പെയ്യുന്നുണ്ട്. അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇനി തിരിച്ചു പോവുകയാണ്. കുട്ടികളെല്ലാം അതിൻ്റെ സങ്കടത്തിലാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.